മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഓണം വ്ളോഗാണ്. അപ്പോൾ മുമ്പത്തെ ദിവസം ഞാനൊരു എൻ്റെ കോളേജിൻ്റെ റിലേറ്റഡ് ആയിട്ടൊരു ഓണം സെലിബ്രേഷന് പോയി. അപ്പോൾ ആ ഓണം സെലിബ്രേഷൻ്റെ കുറച്ച് ബിറ്റ്സും പിന്നെ ഇന്നത്തെ എൻ്റെ ഓണത്തിൻ്റെ ഒരു കുറച്ച് ബിറ്റ്സ് ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതും രണ്ടും കൂടിയിട്ടുള്ള ഒരു ഓണം സെലിബ്രേഷൻ വ്ളോഗാണിത്. കുഞ്ഞ് വ്ളോഗാണ്. സോ ഹോപ്പ് യു എൻജോയ്ഡ്. ഞങ്ങൾ സെലിബ്രേഷൻ്റെ തലേ ദിവസം തന്നെ ചെറുതായിട്ട് മെഹന്തിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കയ്യിൽ. ഞങ്ങൾ രാവിലെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തോട്ട് ഊബർ വിളിച്ചിട്ടാണ് പോയത്. ആൻഡ് ഞങ്ങൾ കറക്റ്റ് ടൈമിൽ തന്നെ എത്താൻ നോക്കുന്നുണ്ടായിരുന്നു. ബിക്കോസ് ഞങ്ങൾക്ക് സദ്യ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം അത് വെച്ചിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ അത് ഒരിക്കലും മിസ് ചെയ്യരുത് എന്നുള്ള ഒരു ഇതുകൊണ്ട് ഞങ്ങൾ ആദ്യം തന്നെ കറക്റ്റ് ടൈമിൽ അവിടെ എത്താൻ നോക്കിയായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ ആൾക്കാരൊക്കെ കുറവായിരുന്നെങ്കിലും ഫസ്റ്റ് റൗണ്ട് ഓഫ് സദ്യ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പം ഞങ്ങൾ ആദ്യത്തെ റൗണ്ടിൽ തന്നെ കയറി സദ്യ കഴിക്കാൻ തീരുമാനിച്ചു. എനിക്ക് സദ്യ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു സദ്യ കഴിക്കാൻ. ആൻഡ് നിങ്ങൾക്ക് സദ്യയിൽ ഏത് കറിയാണ് കൂടുതൽ ഇഷ്ടം? എനിക്ക് സാമ്പാർ ഇഷ്ടമാണ്, കാളൻ, അവിയൽ, എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാം ഇഷ്ടമാണ്. അങ്ങനെ സദ്യ കഴിച്ച് കഴിയുമ്പോഴേക്കും ബോളിയൊക്കെ വന്നു. അപ്പോൾ ബോളിയും പായസവും ഒക്കെ മിക്സ് ചെയ്ത് ഞാൻ അതും കഴിച്ചു. എനിക്ക് എല്ലാം നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഗെയിംസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. പിന്നെ മാവേലി വരേണ്ട ടൈമായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും പുറത്തോട്ട് ഇറങ്ങി. അനിക സുരേന്ദ്രനായിരുന്നു ഞങ്ങളുടെ ചീഫ് ഗസ്റ്റായിട്ട് പ്രോഗ്രാമിന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആളുടെ എൻട്രിയും മാവേലിയുടെ എൻട്രിയും ഒക്കെ ഒന്നിച്ചായിരുന്നു. ആൻഡ് എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരത്തേക്ക് ഫുള്ള് ചെണ്ടമേളവും പരിപാടിയൊക്കെ ആയിരുന്നു. പിന്നെ പതുക്കെ സ്റ്റേജിൽ ഒഫീഷ്യൽ പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ടായി. നമസ്കാരം. ഹാപ്പി ഓണം. പരിപാടിയൊക്കെ എങ്ങനെ പോയി? എവറിബഡി ഈസ് ഹാപ്പി. ഇറ്റ്സ് ഓപ്പർച്യൂണിറ്റി ടു ബി ഹിയർ. ഞാനിപ്പോൾ ഒരു 1 week ആയിട്ട് ഇവിടെ ഉണ്ട്. ആൻഡ് ഐ ഹവ് സീൻ സോ മച്ച് ഹിയർ. സോ താങ്ക് യു ഫോർ ഗിവിംഗ് മീ ദർ ഓപ്പർച്യൂണിറ്റി. നിങ്ങളുടെ ഒരു ടീം വർക്കും എഫേർട്ടും എല്ലാം കുറേ കണ്ടു. ഐ നോ ഹൗ ഡിഫിക്കൾട്ട് ഇറ്റ് ഈസ് ടു ഗോ ഇൻ ടു. പിന്നെ പതുക്കെ കൾച്ചറൽ പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇതുവരെയുള്ളത് നിങ്ങൾ കണ്ടില്ലേ.
എന്ന് വെച്ചാൽ ഒരു ആഫ്റ്റർ പാർട്ടി പോലത്തെ പരിപാടിയാണ്. ഒരു DJ പരിപാടി ഉണ്ടാവും, ഒരു ബാൻഡിൻ്റെ ഷോ അങ്ങനത്തെയൊക്കെയാണ്. അപ്പം ഞങ്ങൾ ഡ്രസ്സ് മാറാൻ വേണ്ടി ഈ ഓണത്തിൻ്റെ അട്ടയർന്നൊക്കെ മാറി കുറച്ച് ഡ്രസ്സൊക്കെ മാറി പോകാനുള്ള പ്ലാനിലാണ്. ഞങ്ങൾ അവിടെ എത്തിയ ടൈമിൽ തന്നെ ബാൻഡിൻ്റെ ഷോ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. This is our second time at Deakin, so we're so excited and we love coming to you guys. You have so much energy and we are expecting that throughout the event, alright? ഓണത്തിൻ്റെ അന്ന് വലിയ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ എണീറ്റ് പൂക്കളമൊക്കെ ഇട്ടു. പൂവൊന്നും അധികം കിട്ടാത്തതുകൊണ്ട് ഇലയും കുറച്ച് പൂവൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പൂക്കളിട്ടായിരുന്നു. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയാണ് ഫുൾ സദ്യയൊക്കെ ഉണ്ടാക്കിയത്. ആൻഡ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു, എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടായിരുന്നു. ആൻഡ് ഹാപ്പിലി ഫുഡൊക്കെ കഴിച്ചു. അതാണ് ഞങ്ങളുടെ കുട്ടി ഓണം ഉണ്ടായിരുന്നത് വീട്ടിലത്തെ. സോ എല്ലാവരുടെയും ഓണം നന്നായിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഒരു ഹാപ്പി ഓണം.